ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമുക്ക് ഒരു സാമ്പാർ തയ്യാറാക്കാം. ഇപ്പം നവരാത്രി കാലമാണല്ലോ, നമ്മളെല്ലാവരും മിക്ക ആൾക്കാരും വെജിറ്റേറിയൻ ആയിരിക്കും കഴിക്കുന്നത്. അപ്പം നമുക്ക് നല്ലൊരു സാമ്പാർ തയ്യാറാക്കാം. നമ്മളെന്നും സാമ്പാറും കുക്കറിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് അത്ര എന്നും കൂട്ടി നമുക്കതൊരു മടുപ്പ് വരും. അപ്പം നമുക്കതൊരു മൺകലത്തിൽ തയ്യാറാക്കാം. അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറായിരിക്കും. മൺകലത്തിൽ തുമര വേവിക്കുമ്പോൾ നമുക്ക് കട്ടി കൂടിയ തുമര വേകാൻ പാടായിരിക്കും. ഒരു പരന്ന ഒരു സൈസ് നാടൻ തുമരയുണ്ട്, അതാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം നമുക്ക് മൺകലത്തിൽ സാമ്പാർ വെച്ച് തുടങ്ങിയാലോ. നമ്മളൊരു ചെറിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് തുമരയാണ് എടുത്തിരിക്കുന്നത്. ഒരു 125-150 ഗ്രാം തുമര കാണും. ഇത് നമുക്ക് കട്ടി കുറഞ്ഞ തുമരയാണ്. നമുക്കിതാണ് പെട്ടെന്ന് വെന്ത് കിട്ടുന്നത്. തുമര നല്ലപോലെ കഴുകി കലത്തിൽ വെള്ളം വെച്ച് തിളച്ചതിന് ശേഷം നമുക്ക് തുമര ചേർത്താൽ മതിയാവും. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് നല്ലപോലെ അടച്ച് വേവിക്കാം. കുറച്ച് നേരം സിമ്മിൽ വെച്ചതിന് ശേഷം വേവിക്കാം. നമുക്കിവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു വിധം കുറച്ചും കൂടെ വേവണം. ഇതിൽ വേവാൻ ബുദ്ധിമുട്ടുള്ളവർ വേണമെങ്കിൽ കുക്കറിൽ തുമര വേവിച്ചിട്ടും കലത്തിൽ ചേർത്ത് വയ്ക്കാം. നമുക്കിനി കുറച്ച് കഷ്ണങ്ങൾ ചേർത്ത് നല്ലപോലെ വേവിച്ചെടുക്കാം. വേവാൻ ബുദ്ധിമുട്ടുള്ള നമ്മൾ അമരപ്പയറും അമരക്കയും ബീൻസും ഒക്കെ വേണമെങ്കിൽ കുറച്ച് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് വേവിക്കാം. ബാക്കി കഷ്ണങ്ങൾ നമ്മൾ വെണ്ടയ്ക്ക, സവാള, തക്കാളിക്ക, പച്ചമുളക് നമുക്കിത് വഴറ്റിയെടുക്കണം. അതിന് പാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് സവാളയും വഴറ്റി പച്ചമുളക്, തക്കാളിക്ക ഇതെല്ലാം വെണ്ടയ്ക്ക ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. തുമര ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് മറ്റ് കഷ്ണം കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം. കത്തിരിക്ക, വെള്ളരിക്ക, പടവലങ്ങ, ക്യാരറ്റ്, കുറച്ച് മുരിങ്ങയ്ക്ക എല്ലാം ചേർത്ത് നമുക്കൊന്ന് നല്ലപോലെ ഉപ്പുമൊക്കെ ചേർത്ത് ഒന്ന് അടച്ച് വേവിക്കാം. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചൊന്ന് അടച്ച് സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കാം. കഷ്ണങ്ങളൊക്കെ ഒന്ന് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. കുക്കറിലെ പോലെ നമ്മൾ കഷ്ണങ്ങളെല്ലാം വെന്തങ്ങ് ഉടയത്തില്ല. കുറച്ച് കട്ടിയായിട്ട് തന്നെ ഇരിക്കും. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് സാമ്പാറിന് വേണ്ടുന്ന പുളി പിഴിഞ്ഞ് വയ്ക്കാം. പിന്നെ അതിന് വേണ്ടുന്ന പൊടികളും എല്ലാം ഒരുമിച്ച് ചേർത്തെടുക്കാം. മുളക് പൊടി ആവശ്യത്തിന് എരിക്കനുസരിച്ചും, മല്ലിപ്പൊടി വലിയ ടേബിൾ സ്പൂണ് 2 സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി എടുക്കണം. കുറച്ച് ഉലുവാപ്പൊടിയും നമ്മൾ പുളി പിഴിഞ്ഞതും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്ത് വയ്ക്കാം. കായം ആദ്യം തന്നെ നമ്മൾ കായം ചേർത്തിട്ടുണ്ടായിരുന്നു. കായം തുമര വേവിച്ചപ്പോൾ കുറച്ച് കായം ചേർത്തായിരുന്നു. ഇനി കുറച്ച് കായം കൂടെ ചേർക്കാം. അപ്പോൾ നമ്മൾ അരപ്പെല്ലാം നല്ലപോലെ പുളിവെള്ളത്തിൽ കലക്കി അതിൽ ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കാം. കുറച്ച് കായപ്പൊടിയും ചേർത്ത് നമുക്ക് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം. കലത്തിൽ സാമ്പാർ തിളയ്ക്കുന്നതിൻ്റെ ഒരു പ്രത്യേക മണമുണ്ട്. നമ്മളിങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം. നമ്മളിതൊക്കെ വിട്ടുപോകും. നമ്മൾ പെട്ടെന്ന് ഇത് ഓർക്കുകയില്ല. നമ്മളിങ്ങനെ മാറ്റി ചെയ്താൽ അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമുക്കിത് കടുവ താളിച്ചതും ചേർത്ത് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർക്കാം. നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല മണവും ഉണ്ട്, നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. മുളക് പൊടി മല്ലിപ്പൊടിക്ക് പകരം മുഴുവൻ മല്ലിയും മുളകും അപ്പം തന്നെ വറുത്ത് കുറച്ച് ഉലുവയും ചേർത്ത് പൊടിച്ച് ചേർത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. സാമ്പാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. ഇടയ്ക്ക് നമ്മളിങ്ങനെ മാറ്റിയൊക്കെ ചെയ്ത് നോക്കിയാൽ അതൊരു പ്രത്യേക ടേസ്റ്റ് ആവും. പലപ്പോഴും നമ്മളതൊന്നും ഓർക്കാതെ പോവും. ഇപ്പം നമ്മൾ പൊടികൾ ചേർത്ത പോലെ നമുക്ക് മുളക് മല്ലി വറുത്തിട്ട് അപ്പം തന്നെ മുളകും മല്ലിയും നമ്മുടെ ഉലുവ ചേർത്ത് വറുത്തിട്ട് അപ്പം തന്നെ മിക്സിയിൽ പൊടിച്ചെടുത്ത് ചെയ്യുകയാണെങ്കിലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഒരു ദിവസം ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. പലരും വീഡിയോ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാറില്ല. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രമേ വീഡിയോ കണ്ടതുകൊണ്ട് ഗുണമുള്ളൂ.
നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ദയവായി എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇന്ന് സാമ്പാർ ഉണ്ടാക്കി. ഇനി നമുക്ക് മറ്റൊരു റെസിപ്പിയായിട്ട് വരാം. അതും വെജിറ്റേറിയൻ തന്നെ ആയിരിക്കും. ഇപ്പം രാത്രി കാലങ്ങളിൽ നമുക്ക് അത് കഴിയുന്നവരെ നമ്മൾ വെജിറ്റേറിയൻ ആയിരിക്കും ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ വെജിറ്റേറിയൻ കുറച്ച് ദിവസം നമുക്കിങ്ങനെ വ്രതം പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതും ഒരു നല്ലൊരു സന്തോഷമാണ്. എന്നും നമ്മൾ നോൺ വെജ് എല്ലാം ചേർത്താണല്ലോ കഴിക്കാറുള്ളത്. അപ്പം ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ കഴിയുന്നതും വെജിറ്റേറിയൻ കഴിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെയൊരു കാര്യം ചെയ്തു പോകാം.